പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എനിക്ക് തുടർച്ചയായി വീഡിയോ ചെയ്യാൻ പറ്റാത്തതിലുള്ള ഖേദം ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയാണ്. അതിലൊരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ ഭംഗ്യന്തരേണ സൂചിപ്പിച്ചുവെങ്കിലും എൻ്റെ അമ്മ ഈ കഴിഞ്ഞ 3-ാം തീയതി മുതൽ രോഗബാധിതയായി മെഡിക്കൽ കോളേജിലെ ICUവിനകത്തും പുറത്തുമായി ഇങ്ങനെ കഴിയുകയാണ്. 3-ാം തീയതി അമ്മയ്ക്ക് ചെറിയൊരു ശ്വാസം മുട്ടൽ വന്നു, ആശുപത്രിയിൽ കൊണ്ടുവന്നു, മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അതിനുശേഷം ഇന്ന് വരെ അമ്മ ഇങ്ങനെ ICUവിനകത്തും പുറത്തുമായി ഇങ്ങനെ കഴിയുകയാണ്. അപ്പോൾ അങ്ങനെ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ എൻ്റെ ഒരു മാനസികാവസ്ഥ എല്ലാ ദിവസവും ഇതുപോലെ ഒന്ന് വീഡിയോകൾ ചെയ്യാൻ എനിക്ക് പറ്റാത്ത ഒരു നിലയിലേക്ക് പോയി എന്ന് പറയുന്നതിൽ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലാവർക്കും അമ്മ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ എനിക്ക് എൻ്റെ അമ്മ എല്ലാ അമ്മമാരെ പോലെയും അല്ല എന്നുള്ള അവകാശവാദം ഞാൻ ഉന്നയിക്കുകയാണ്. ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. 2017 ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ക്രൂരൻ എന്നെ 7 ദിവസം ജയിലിലിട്ടപ്പോൾ എൻ്റെ അമ്മ നിരാഹാരം കിടന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് പുറത്തു വരാൻ കഴിഞ്ഞത്. എൻ്റെ അമ്മ അന്ന് നിരാഹാരം കിടന്നില്ലായിരുന്നുവെങ്കിൽ ഒരു സംശയം വേണ്ട, ഈ ക്രൂരൻ ജയിലിനകത്ത് വെച്ച് തന്നെ വല്ല ജയിൽ പുള്ളികളെ കൊണ്ട് എന്നെ തീർക്കുമായിരുന്നു. എനിക്കാരും സംശയവുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നത് തന്നെ എൻ്റെ അമ്മ കാരണമാണ്. എൻ്റെ അമ്മയാണ് യഥാർത്ഥ പോരാളി. അവരുടെ പോരാട്ടത്തെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പറയാം. അവരുടെ ഒന്നും മുന്നിൽ, എൻ്റെ അമ്മയുടെ മുന്നിൽ ഞാൻ ആരുമല്ല. ഞാനൊരു രോമം പോലുമല്ല എൻ്റെ അമ്മയുടെ മുന്നിൽ. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ ഇങ്ങനെ ആശുപത്രി കിടക്കുമ്പോൾ എനിക്ക് വന്നിരുന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായൊരു മാനസിക പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. പക്ഷേ ചില സുപ്രധാന വിഷയങ്ങളിൽ പറയാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് വന്ന് 2 വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. സുഹൃത്തുക്കളെ, അതിലൊരു പ്രധാനപ്പെട്ട അതിലൊരു വീഡിയോ എന്ന് പറയുന്നത് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് കൊണ്ട് നടക്കുന്ന ഒരു പ്രചരണമാണ്. കഴിഞ്ഞ 1-2 ദിവസക്കാലമായി ആ പ്രചരണം എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിം ലീഗ് VD സതീശനെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞുള്ള ഒരു പ്രചരണം. മുസ്ലിം ലീഗ് VD സതീശനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രചരണം ഏറ്റെടുത്ത് നടത്തുന്നത് ഒരേ ഒരു ചാനലാണ് എന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. ആ ചാനലിൻ്റെ പേര് മീഡിയ 1 എന്നാണ്. മീഡിയ 1 എന്ന് പറഞ്ഞ ചാനലാണ് കഴിഞ്ഞ 1-2 ദിവസക്കാലമായി മുസ്ലിം ലീഗ് VD സതീശൻ്റെ പേര് നിർദ്ദേശിക്കാൻ പോകുന്നു എന്നുള്ള പ്രചരണവുമായി പരസ്യമായി രംഗത്തുള്ളൂ. അത് ഞാൻ പറയുമ്പോൾ മറ്റ് ചാനലുകളൊന്നും തന്നെ ആ നിലയിലുള്ള പ്രചരണങ്ങൾ ഏറ്റെടുത്ത് നടത്തുള്ളൂ. ഏഷ്യാനെറ്റും വന്നിട്ട് മുസ്ലിം ലീഗിൻ്റെ മനസ്സിൽ VD സതീശനാണോ എന്നുള്ള സംശയം അവരുന്നയിച്ചുവെങ്കിലും അവരും ആ നിലയിലുള്ളൊരു പ്രചരണത്തിലേക്ക് പോയില്ല. പക്ഷേ മീഡിയ 1 അങ്ങനല്ല. മീഡിയ 1 ഈ പറഞ്ഞ പോലെ നിരന്തരമായ ഒരു പ്രചരണം കഴിഞ്ഞ 1-2 ദിവസക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് എൻ്റെ ചില നിരീക്ഷണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്താൻ ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകും. സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് VD സതീശനെ പിന്തുണയ്ക്കണം എന്ന് മുസ്ലിം ലീഗ് തീരുമാനിച്ചു എന്ന് പറയുന്നത് അത് നട്ടാൽ കുറുക്കാത്ത നുണയും പച്ചക്കള്ളവുമാണ് എന്നാണ്. എനിക്ക് ആ യോഗത്തിൽ പങ്കെടുത്തവരിൽ നിന്ന് കിട്ടിയ വിവരം എന്ന് പറയുന്നത് PK ബഷീർ എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവ് VD സതീശനെ പിന്തുണയ്ക്കണം എന്ന് ഭംഗ്യന്തരേണ ഈ മുസ്ലിം ലീഗിൻ്റെ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ മറ്റ് ആ യോഗത്തിൽ പങ്കെടുത്ത വേറൊരാളും ഈ PK ബഷീറിൻ്റെ ഈ ഒരു അഭിപ്രായത്തെ പിന്തുണച്ച് സംസാരിച്ചില്ല എന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. മുസ്ലിം ലീഗ് പരസ്യമായി അതുപോലുള്ളൊരു നിലപാടെടുത്തതായിട്ടും ഞാൻ മനസ്സിലാക്കുന്നില്ല. സുഹൃത്തുക്കളെ, നമുക്കറിയാമല്ലോ, UDFൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് കോൺഗ്രസ്സാണ് മുഖ്യമന്ത്രി ആരാണെന്നുള്ളത് തീരുമാനിക്കുക. പക്ഷേ നമുക്കറിയാം, നിലനിൽക്കുന്നൊരു കീഴ്വഴക്കം എന്ന് പറയുന്നത് ഘടകകക്ഷികളോടൊക്കെ കോൺഗ്രസ് ഒരു അഭിപ്രായം ആരായിരിക്കണം. പക്ഷേ അത് മാൻഡേറ്ററി അല്ല. അങ്ങനെ ആരാഞ്ഞു എന്നുള്ളത് കൊണ്ട് അയാളെ തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള ഒരു നിർബന്ധവുമില്ല. പക്ഷേ അതൊരു കീഴ്വഴക്കം എന്നുള്ള നിലയിൽ ചെയ്യാറുണ്ട്. അവിടെയും അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. ചോദിക്കാത്തത് കൊണ്ട് മുസ്ലിം ലീഗ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ മുസ്ലിം ലീഗ് VD സതീശൻ്റെ പിന്നിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള ഒരു ക്യാമ്പയിനുമായി മീഡിയ 1 എന്ന് പറഞ്ഞ ചാനൽ രംഗത്ത് വന്നിരിക്കുന്നു.
ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. മീഡിയ വൺ ഇപ്പോൾ മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ് മീഡിയ വൺ. അവർ നേരത്തെയും വി.ഡി. സതീശന് അനുകൂലമായി അവർ വലിയ ഒരു ക്യാമ്പയിനുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് നമുക്കറിയാം. ഞാൻ അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് 1-2 മാസങ്ങൾക്ക് മുമ്പ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് പോലും ചെയ്യുന്നതിന് മുമ്പ്, KM ഷാജി എന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് നേതാവ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വരുന്നതാണ് തങ്ങൾക്ക് താല്പര്യമെന്ന് പരസ്യമായി പറഞ്ഞത് നമുക്കറിയാം. പക്ഷേ അന്നും അതിനെ പിന്തുണയ്ക്കാൻ മുസ്ലിം ലീഗിൽ നിന്ന് ആരും വന്നില്ല എന്നുള്ളതും കൂടെ നമ്മൾ കാണണം. കുഞ്ഞാലിക്കുട്ടി ഒന്നും വന്നിട്ട് അതിനനുകൂലമായിട്ട് ഒന്നും പറഞ്ഞില്ല എന്നുള്ളതും നമ്മൾ കാണണം. എന്തായാലും ഇപ്പോൾ ഇങ്ങനൊരു പ്രചരണം നടക്കുന്നു. ആ പ്രചരണം തെറ്റാണ്. അത് മുസ്ലിം ലീഗിനകത്ത് അങ്ങനൊരു അഭിപ്രായം ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല. മുസ്ലിം ലീഗ് ആരുടെ പേരാണ് നിർദ്ദേശിക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് എൻ്റെ ഒരു അഭിപ്രായം, മുസ്ലിം ലീഗ് ആരുടെ പേരാണ് നിർദ്ദേശിക്കുന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ തീരുമാനമാണ്. പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ കേരളത്തിൽ നിലനിൽക്കുന്ന സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗ് നിർദ്ദേശിക്കേണ്ടത് ആരുടെ പേരാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, എൻ്റെ അഭിപ്രായത്തിൽ മുസ്ലിം ലീഗ് ശ്രീമതി രമേശ് ചെന്നിത്തലയുടെ പേര് നിർദ്ദേശിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിൻ്റെ കാരണം എന്താണ് എന്നാണ് ഞാനിനി വിശദീകരിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം കേരളം എന്ന് പറയുന്ന സംസ്ഥാനം 2 മതസമുദായങ്ങൾ മാത്രം സ്വാധീനം ചെലുത്തുന്ന ഒരു സംസ്ഥാനമല്ല എന്ന് നമ്മൾ ഓർക്കണം. ഇപ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ മിക്കവാറും സംസ്ഥാനങ്ങളിലൊക്കെ ഭൂരിപക്ഷം ഹിന്ദുക്കളും ന്യൂനപക്ഷം മുസ്ലിങ്ങളുമാണ്. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ ഏതാണ്ട് ഒരു 10-30% മുസ്ലിങ്ങൾ, ഏതാണ്ട് ഒരു 10-16% ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, ബാക്കി ഏതാണ്ട് ഒരു 10-40% ഹിന്ദുക്കൾ. ഇങ്ങനെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുമിച്ച് ഏകോദര സഹോദരന്മാരെ പോലെ അധിവസിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതാണ് കേരളത്തിൻ്റെ ഡെമോഗ്രഫി. അല്ലാതെ ഹിന്ദു മുസ്ലിം മാത്രം ഉള്ള ഒരു ബൈപോളർ സംസ്ഥാനമല്ല കേരളം. സുഹൃത്തുക്കളെ, ആ കേരളത്തിൽ ഇപ്പം നിലനിൽക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? ഇവിടെ ഒരു മുസ്ലിം ഹിന്ദു വൈരുദ്ധ്യം ഇവിടെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് വലിയ വ്യാപകമായി. അത് യഥാർത്ഥത്തിൽ BJPയുടെ കൂടി സാന്നിധ്യം ശക്തിപ്പെട്ടപ്പോഴാണ് ഈ ഒരു ഹിന്ദു മുസ്ലിം ഒരു സ്പർദ്ധ, ഒരു വൈരുദ്ധ്യം ഇവിടെ വികസിച്ച് വന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. BJP അതിശക്തമായി മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം ഇവിടെ പ്രചരിപ്പിക്കുന്നു. വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരു വലിയ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം ഇവിടെ പ്രചരിപ്പിക്കുന്നു. CPM ഒരു BJP അനുകൂല ഹിന്ദു അനുകൂല മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നു. അതൊക്കെ ഇവിടെ നടക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വൈരുദ്ധ്യമായി കേരളത്തിൽ വികസിച്ചു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു 4-5 വർഷക്കാലത്തിനിടയിൽ ഒരു പുതിയ തരത്തിലുള്ള വർഗീയതയും കേരളത്തിൽ വികസിച്ചു വരുന്നുണ്ട്. അതാണ് ക്രിസ്ത്യൻ മുസ്ലിം വർഗീയത. അത് അടുത്ത കാലത്തായി വികസിച്ചു വന്നതാണ്. നമ്മൾ ഈ ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞതുപോലെയൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഒരു വർഗീയതയാണ് ക്രിസ്ത്യൻ മുസ്ലിം വർഗീയത. അതിൽ ഈ BJPക്കൊക്കെ തന്നെ വലിയ റോളുണ്ട്. നമുക്കറിയാം കാസ എന്നൊക്കെ പറയുന്ന നിലയിലുള്ള കടുത്ത ഈ ക്രിസ്ത്യൻ വർഗീയത പറയുന്ന സംഘടനകളുടെയൊക്കെ വളർച്ചയും ഈ അടുത്ത കാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ കേരളത്തിൽ 2 തരത്തിലുള്ള വർഗീയതകളാണ് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പരമ്പരാഗതമായിട്ടുള്ള ഹിന്ദു മുസ്ലിം വർഗീയത, 2 പുതിയതായി കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ക്രിസ്ത്യൻ മുസ്ലിം വർഗീയത. ഈ പശ്ചാത്തലത്തിൽ വേണം അടുത്ത സർക്കാരിനെ ആര് നയിക്കും എന്നുള്ള ചർച്ചകൾ നമ്മൾ നടത്താൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. എനിക്ക് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടിയോടുള്ള ഒരു അഭ്യർത്ഥനയും അതാണ്. എനിക്ക് അവരോട് പറയാനുള്ളൊരു കാര്യം എന്താ, 29-30% മാത്രം ജനസംഖ്യയുള്ള മുസ്ലിം ലീഗ് കേരളത്തിലെ ഭരണം പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള നിലയിലുള്ള വലിയ പ്രചണ്ഡമായൊരു പ്രചരണം കേരളത്തിൽ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് BJP ആ വാദം നെറേറ്റീവ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ക്രിസ്ത്യൻ തീവ്രവാദ സംഘടനകൾ ആ അഭിപ്രായം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തിന് CPM പോലും പരോക്ഷമായി ആ അഭിപ്രായം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് AK ബാലൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരം ജമാഅത്തെ ഇസ്ലാമിക്ക് ആയിരിക്കും എന്ന് AK ബാലൻ പറഞ്ഞത്. നിർഭാഗ്യവശാൽ മുസ്ലിം ലീഗിന് നേതാവായിട്ടുള്ള KM ഷാജി പോലും മതമാണ് പ്രധാനമെന്നും കഴിഞ്ഞ 10 വർഷം മതത്തിന് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കൽ ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണെന്ന് മുസ്ലിം ലീഗിലെ KM ഷാജി അതൊരു ഒറ്റപ്പെട്ട ശബ്ദമായിരുന്നു നമ്മൾ കാണണമെങ്കിലും അതൊക്കെ തന്നെ
ഈ മതസ്പർദ്ധ വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ വികസിച്ചു വരാൻ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് കേരളത്തിലെ ഭരണത്തിൽ വലിയ സ്വാധീനമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും നടക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണണം. നമുക്കറിയാം 2011-16 കാലത്തെ UDF മന്ത്രിസഭയുടെ സമയത്തുണ്ടായിരുന്ന 5-ാം മന്ത്രി തർക്കം ഓർമ്മയുണ്ടോ? ആ 5-ാം മന്ത്രി തർക്കത്തിലൂടെയൊക്കെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചൊരു നെറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്ലിം ലീഗ് കേരളത്തിൻ്റെ ഭരണം പിടിക്കാൻ ശ്രമിക്കുന്നു, ഇതായിരുന്നല്ലോ വാദം. അപ്പോൾ എനിക്ക് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള നെറേറ്റീവ് മുന്നോട്ട് കൊണ്ടുപോയാൽ അത് മുസ്ലിം സമുദായം കേരളത്തിൻ്റെ ഭരണം പിടിച്ചു എന്നുള്ളൊരു നെറേറ്റീവിലേക്ക് അത് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. കാരണം 4-5 മന്ത്രിമാർ മുസ്ലിം ലീഗിനുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന VD സതീശൻ മുഖ്യമന്ത്രിയും കൂടെ ആയാൽ മുസ്ലിം ലീഗിന് വഴങ്ങിയുള്ള ഒരു ഭരണമായിരിക്കും കേരളത്തിൽ നടക്കുക എന്നുള്ള ഒരു നെറേറ്റീവ് ശക്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു നെറേറ്റീവ് ശക്തിപ്പെടണമെന്നാണ് CPM ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളൊരു നെറേറ്റീവ് ശക്തിപ്പെടണമെന്നാണ് BJP ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളൊരു നെറേറ്റീവ് ശക്തിപ്പെടണമെന്നാണ് ക്രിസ്ത്യൻ വർഗീയ സംഘടനകളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ VD സതീശൻ മുഖ്യമന്ത്രിയാവണം എന്നുള്ള ഒരു നെറേറ്റീവ് മുന്നോട്ട് പോകുന്നത് കേരളത്തിൽ വലിയ തോതിൽ വർഗീയ സ്പർദ്ധ, വർഗീയ വൈരുദ്ധ്യം ശക്തിപ്പെടാനുള്ള സാധ്യതയിലേക്ക് അത് പോകും എന്നാണ് എനിക്ക് വളരെ വിനയത്തോടു കൂടി എനിക്ക് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അത് CPM-നെ ശക്തിപ്പെടുത്തും, അത് BJP-യെ ശക്തിപ്പെടുത്തും, അത് ക്രിസ്ത്യൻ വർഗീയ സംഘടനകളെയും ശക്തിപ്പെടുത്തും. അതുകൊണ്ട് എനിക്ക് മുസ്ലിം ലീഗിനോട് സൂചിപ്പിക്കാനുള്ളത്, മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ഒരു കാരണവശാലും കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു വർഗീയ സ്പർദ്ധ വളർത്തുന്ന ഒരു നിലപാടിലേക്ക് ദയവ് ചെയ്ത് നിങ്ങൾ പോകരുത് എന്നാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണ്? കേരളത്തിലെ 1/3 വരുന്ന വിഭാഗമാണ് മുസ്ലിം എന്ന് പറയുന്നത്. 1/3 മറ്റ് വിഭാഗങ്ങളാണ്. അവരെയും കൂടി ഇൻക്ലൂസീവായിട്ടുള്ള ഒരു ഭരണം വേണം ഇവിടെ നടക്കാൻ. ഇവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല പിന്നെ UDF സർക്കാർ പോകാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ക്രിസ്ത്യൻ വിഭാഗം UDF സർക്കാർ പോകാൻ വേണ്ടിയിട്ട് LDF സർക്കാർ പോകാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ മുസ്ലിം വിഭാഗം LDF സർക്കാർ പോകാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നായർ വിഭാഗം LDF സർക്കാർ പോകാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നാടാരുടെ വിഭാഗം മുസ്ലിം പിന്നെ LDF സർക്കാർ പോകാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സാമൂഹ്യ വിഭാഗങ്ങൾ ഇവിടെ LDF സർക്കാർ പോകാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഇപ്പം ഹിന്ദു സമുദായം വോട്ട് ചെയ്തിട്ടില്ലേ, ഈഴവ സമുദായം വോട്ട് ചെയ്തിട്ടില്ലേ, അവർക്കെല്ലാവർക്കും ഉള്ള റെപ്രസെൻറ്റേഷൻ മുന്നോട്ട് വെക്കുന്ന ഒരാളെയാണ് ഈ ഭരണം നയിക്കാൻ നമ്മളെ ഏൽപ്പിക്കേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പം അതുകൊണ്ട് വ്യാപകമായിട്ടുള്ള ഒരു വർഗീയവൽക്കരണത്തിലേക്ക് ഇടകൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാതെ ഭരണത്തിലിരുന്ന് ഒരുപാട് അനുഭവ സമ്പത്തുള്ള, ഭരണം കൈകാര്യം ചെയ്ത് ഒരുപാട് പിന്നെ കഴിവും അനുഭവ സമ്പത്തും ഒക്കെ തെളിയിച്ചിട്ടുള്ള ശ്രീമൻ രമേശ് ചെന്നിത്തലയെ നിർദ്ദേശിക്കുകയാണ് മുസ്ലിം ലീഗ് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഫാബ്രിക് നിലനിർത്താൻ, കേരളത്തിൻ്റെ ഒരു മതേതര സ്വഭാവം നിലനിർത്താൻ, കേരളത്തിലെ മതസമുദായങ്ങൾ ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന ഒരു സാഹചര്യം നിലനിർത്താനും CPM-നും BJP-ക്കും ക്രിസ്ത്യൻ വർഗീയ സംഘടനകൾക്കും പിന്നെ UDF-നെ അടിക്കാൻ ഒരു വടി നൽകാതിരിക്കാനും നല്ലത്, ഏറ്റവും നല്ലത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവണമെന്നുള്ള ഒരു അഭിപ്രായം ലീഗ് മുന്നോട്ട് വെക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതങ്ങനെ മുന്നോട്ട് വെക്കൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക് നിലനിർത്തുന്നതിനും കേരളത്തിൻ്റെ മതേതര സ്വഭാവം നിലനിർത്തുന്നതിനും ഒക്കെ തന്നെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ശ്രീമൻ PK കുഞ്ഞാലിക്കുട്ടിയാണ് മുസ്ലിം ലീഗിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളത് കൊണ്ടും മുസ്ലിം ലീഗ് ഒരു മതേതര മൂല്യം സംരക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ മുസ്ലിം വർഗീയ ശക്തികൾ വളരാതിരിക്കുന്നത് എന്നുള്ളത് പരിഗണിച്ചുകൊണ്ടും
പിന്നെ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കാനുള്ള മഹാമനസ്കത മുസ്ലിം ലീഗും അതിൻ്റെ നേതൃത്വമുള്ള കുഞ്ഞാലിക്കുട്ടിയും കാണിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത് വി ഡി സതീശനെതിരായിട്ടുള്ള ഒരു അഭിപ്രായമായി ദയവ് ഇത് പരിഗണിക്കരുത്. വി ഡി സതീശൻ നല്ല പാണ്ഡിത്യമുള്ള നേതാവാണ്, കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിവുള്ളതാണ്. അദ്ദേഹത്തിന് ഒരു ധനകാര്യമന്ത്രി എന്നൊക്കെ ഉള്ള നിലയിലുള്ള സ്ഥാനം കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക് നിലനിർത്താനും കേരളത്തിൻ്റെ മതേതര മൂല്യം നിലനിർത്താനും നല്ലത് ശ്രീമാൻ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുക എന്നാണ് എനിക്ക് മുസ്ലിം ലീഗ് നേതൃത്വത്തോടും പ്രത്യേകിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടിയോടും വളരെ വിനയത്തോടു കൂടി ഈ അവസരത്തിൽ പറയാനുള്ളത്.